നമസ്കാരം. തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മവിശ്വാസം എത്രത്തോളമെന്ന അളവുകോൽ കൂടിയായി ഇടക്കാല ബജറ്റ് മാറുമെന്ന കണക്കുകൂട്ടൽ പിഴച്ചില്ല. വൻ പ്രഖ്യാപനങ്ങളോ ജനപ്രിയ വാഗ്ദാനങ്ങളോ ഇടം പിടിക്കാത്ത ബജറ്റിലൂടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയാതെ പറയുന്നു അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്ന്. പൂർണ്ണ ബജറ്റ് ഞങ്ങളുടെ സർക്കാർ ജൂലൈ അവതരിപ്പിക്കും അന്ന് പറയുമ്പോൾ ആ ആത്മവിശ്വാസം ചെറുതല്ല. തെരഞ്ഞെടുപ്പിൽ BJP കാര്യമായ വെല്ലുവിളി കാണുന്നില്ലെങ്കിൽ വൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കേണ്ടില്ലെന്ന വാദം ശരിവെച്ചു. വോട്ട് ഓൺ അക്കൗണ്ട് ആയതിനാൽ ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളോ പ്രതീക്ഷിക്കേണ്ടെന്ന് ഡിസംബർ ആദ്യവാരം ധനമന്ത്രി പറഞ്ഞിരുന്നു. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്നത്തെ ധനമന്ത്രിയായിരുന്ന പീയൂഷ് വാഗ്ദാന പെരുമഴയായി അവതരിപ്പിച്ച ബജറ്റും ഇപ്പോഴത്തെയും തമ്മിലുള്ള താരതമ്യം സർക്കാരിന്റെ ആത്മവിശ്വാസം കൂടുതൽ വ്യക്തമാക്കുന്നു. യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ, ദരിദ്രർ എന്നിവർക്ക് മുൻഗണന നൽകുന്ന തരത്തിലായിരിക്കും സർക്കാരിന്റെ നയങ്ങളെന്ന് നേരത്തെ നിർമ്മല സീതാരാമൻ പറഞ്ഞത് ബജറ്റിൽ ഇന്നലെ തെളിഞ്ഞു. ഈ വിഭാഗങ്ങൾക്ക് ശക്തി പകർന്ന ബജറ്റ് എന്ന് അവതരണത്തിന് ശേഷം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ 4 ജനവിഭാഗങ്ങൾക്ക് കേന്ദ്രീകരിച്ചാകും സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമെന്നും ഇതോടെ വ്യക്തമാക്കുന്നു. അതേസമയം ദരിദ്രർക്ക് വേണ്ടി കാര്യമായ ശ്രദ്ധയൊന്നും ബജറ്റിൽ നിന്ന് പരാതിയുണ്ട്. വികസിത ഭാരതത്തിലേക്ക് ചുവടുവെക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് ബജറ്റിലെ പദ്ധതികൾ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീണ പാർപ്പിട പദ്ധതിയിൽ 5 വർഷം കൊണ്ട് 1 കോടി വീട് അനുവദിക്കുന്നു. 1 കോടി വീടുകൾക്ക് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കും. ഇതൊക്കെ ഇടത്തരക്കാരെ ലക്ഷ്യം വെച്ചാണ്. ഇടത്തരക്കാർക്ക് വീട് വാങ്ങാൻ പുതിയ സഹായ പദ്ധതിയുണ്ട്. സ്ത്രീകൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ സ്വയാശ്രയ സംഘങ്ങളോട് നടപ്പാക്കുന്ന പരിശീലന പദ്ധതികൾക്ക് 1 കോടി പേരെ ഉൾപ്പെടുത്തും. സ്റ്റാർട്ടപ്പുകൾക്ക് നികുതി ഇളവ് നീട്ടിവെക്കുന്നതും യുവതയ്ക്ക് സന്തോഷമാണ്. ഭക്ഷ്യ എണ്ണയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ സമഗ്ര പദ്ധതി കൊണ്ടുവരും. ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കടൽ വിഭവങ്ങളുടെ സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ട വികസനം എന്നിവയെല്ലാം ലക്ഷ്യമിട്ട് ബ്ലൂ എക്കോണമി 2.0 ആവിഷ്കരിക്കുകയും രാജ്യത്തിന്റെ മത്സ്യമേഖലയ്ക്ക് കരുത്തേക്കൊണ്ട് 5 പാക്കേജുകൾ, അക്വാ പാക്കേജുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂറിസം വികസനത്തിനും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സഹായത്തിൽ കേരളത്തിൽ ഏറെ പ്രതീക്ഷയുണ്ട്. മാലദ്വീപുമായുള്ള നയതന്ത്ര തർക്കം രൂക്ഷമാകുന്നതിനിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം ശ്രദ്ധേയമാകുന്നു. ലക്ഷദ്വീപിന്റെ വികസനം കേരളത്തിന് ഗുണകരമാകും. ആയുഷ്മാൻ ആരോഗ്യ പദ്ധതിയുടെ ആനുകൂല്യം ആശാ, അംഗനവാടി ജീവനക്കാർക്കും ഹെൽപ്പർമാർക്കും ലഭ്യമാകുന്നതിന് കേരളത്തിൽ ഈ മേഖലയിൽ ഒട്ടേറെ പേർക്ക് പ്രയോജനകരമാകും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 11.11 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റു വികസന പ്രവർത്തനങ്ങൾക്കായി 2.37 ലക്ഷം രൂപ തുച്ഛമാണെന്ന ആരോപണം മറുവശത്തുണ്ട്. ആകെ 56 മിനിറ്റ് നീണ്ട ബജറ്റ് അവതരണത്തിലെ വലിയ പങ്കും സമയവും സർക്കാരിന്റെ നേട്ടങ്ങളുടെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്നതിനാണ് ധനമന്ത്രി മാറ്റിവെച്ചത്. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ ഒതുക്കാതെ 10 വർഷത്തെ മോദി ഭരണത്തെ ചെയ്ത കാര്യങ്ങൾ ഊന്നിപ്പറയുകയും അതിനു മുമ്പുള്ള ഭരണത്തെ പഴിയുകയും ചെയ്താണ് ഈ ബജറ്റിലെ രാഷ്ട്രീയ പ്രസംഗമെന്ന് കോൺഗ്രസ് പഴിച്ചത്. എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്ന സമഗ്ര വികസനമാണ് സർക്കാരിന്റെ മുന്നിലുള്ളതെന്നും 2047 വികസന ഭാരതം എന്നാണ് ലക്ഷ്യമെന്നും ധനമന്ത്രി പറയുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി കാര്യമായൊന്നും ബജറ്റിൽ ഇല്ലെന്നും പ്രതിപക്ഷ ആരോപണങ്ങൾ. പുതുതായി എന്താണ് ബജറ്റിലുള്ളതെന്നും അവർ ചോദിക്കുന്നു.